തേനീച്ചക്കൂടൊക്കെ അവിടെ നിൽക്കുള്ളൂ കേട്ടോ. ആ ജാതി കോലത്തിലുള്ളൊരു അപ്പാണ്. അത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് മക്കളെ നമ്മൾ ഈ ഒരു അപ്പം. അതായത് ഗോതമ്പ് പൊടി കൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നും ചപ്പാത്തി പരത്തും ചുട്ടും, പിന്നെ അതേപോലെ തന്നെ ഗോതമ്പ് പൊടി കൊണ്ട് പൊറോട്ട, ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയാണ്ട് മടുത്ത് കഴിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ദിവസവും ഗോതമ്പ് പൊടി യൂസാക്കിയിട്ട്, ദിവസവും എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ആളുകൾക്ക് ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ടാവും. ഓൽക്കൊക്കെ എന്നും ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് മടുത്തോലും കഴിച്ചോലൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ ഈ ഒരു തേനീച്ചക്കൂടിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി, അതും സോഫ്റ്റ് പഞ്ഞിക്കെട്ട് ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞറിയിക്കേണ്ടി വരും കേട്ടോ. ആ ഒരു രീതിയിൽ കണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് ഓട്ട കുത്തിക്കാണ്ട് ഉണ്ട്, സോഫ്റ്റ് ആയിക്കാണ്ട് പഞ്ഞിക്കെട്ടായിക്കാണ്ട്, അതും മിനിറ്റ് നമുക്കിത് വേഗം ഉണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോളി. പിന്നെ വീഡിയോക്ക് ഒരു താഴെ ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോളിട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ്, അതായത് എൻ്റെ ഗ്ലാസ് നോക്കിയിട്ട് കാര്യമില്ല, ഞാനിപ്പോൾ കയ്യിലോണ്ട് ഇങ്ങനെ കോരിയിടുന്നോണ്ടേ പാത്രത്തേക്ക് വെച്ച് ഗ്ലാസ്സൊക്കെ കോരുമ്പോൾ കുറച്ചൊക്കെ പുറത്തൊക്കെ ചാടുണ്ട്. ഏതായാലും എൻ്റെ ഒരു 2 ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് കരുതിക്കോളിട്ടാ. അപ്പം കറക്റ്റ് ഒരു അളവൊന്നും ഇപ്പോൾ ഇതിന് വേണ്ട. നമ്മളിപ്പോൾ അത് കേക്കൊന്നും ഉണ്ടാക്കില്ലല്ലോ. കേക്കൊക്കെ ആണെങ്കിൽ പിന്നെ ആ ഒരു പൗഡർ ശരിക്കും അളവ് വേണം. ഇതിനിപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. ഏതായാലും നിങ്ങളെ വീട്ടിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ട് അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിക്കോളി. ഇവിടെ ഇപ്പം ഞാനും പ്രീതും ഉളപ്പിച്ചും അത്രേ ഉള്ളൂ എന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു കറക്റ്റ് അളവിലാണ് കേട്ടോ ഞാൻ എടുക്കണത്. ഇനി ഈ ഒരു 2.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ആ അളവിലേക്കുള്ള പഞ്ചസാരൻ്റെ അളവ് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഒരു തക്കാളി എടുക്കുക. ഒരു തക്കാളി എടുത്തിട്ട് നമ്മളെല്ലാവരും വീട്ടിലുണ്ട് പപ്പടക്കോലുണ്ടെങ്കിൽ പപ്പടക്കോൽ എടുത്തോളി. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചുണ്ട് കൂർപ്പുള്ള കട്ടില്ലാത്ത കത്തിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്തോളി. ഇനിയിപ്പോൾ പഴയ ടീസ്പൂണൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതൊക്കെ എടുത്തോളിട്ടാ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഈ ഒരു തക്കാളിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് അടുപ്പിൽ നല്ലോണം തീ കത്തിക്കുന്ന ആളുകളും തീ കത്തണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയാണ്ട് ആ ഗ്യാസ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അടുപ്പിൽ ഇതുപോലെ ഒരു പപ്പടക്കോൽമ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നല്ലോണം ആ ചൂട് എല്ലാ ഭാഗത്തേക്കും തട്ടുന്ന രീതിയിലൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ അതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ചൂടാകുമ്പോഴേക്കും ഈ ഒരു തക്കാളി നല്ലോണം ഈ ഇതിൻ്റെ തോലി ഉണ്ടല്ലോ, തോലിയൊക്കെ ഒരു ചെറിയ സൗണ്ടൊക്കെ കേൾക്കും, ഒരു പൊട്ടണ സൗണ്ടൊക്കെ. അപ്പോൾ ഈ ഒരു തോല് ഇങ്ങനെ ഇതിന് പൊട്ടി വരികയാണേ കാരണം. അങ്ങനെ പൊട്ടിയെന്ന് മനസ്സിലായാൽ, അതുപോലെ തന്നെ എല്ലാ സൈഡും ഇതുപോലെ ചെറുതായിട്ടൊരു കരിച്ചിലൊക്കെ പറ്റിയെന്ന് കണ്ടാൽ തക്കാളി മാറ്റി വെക്കുക. എന്നിട്ട് ഞാൻ പപ്പടക്കോലുമ്പോൾ തന്നെ ഒരു 4-5 വറ്റൽമുളകും കൂടെ ഇതുപോലെ. അപ്പോൾ ഈ തക്കാളിക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിലും വറ്റൽമുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ. ഈ ഒരു ഇളം ചൂട് തട്ടുമ്പോഴേക്കും കരിഞ്ഞും പോകും. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുളക് കത്തണമൊക്കെ ഉണ്ട്. പക്ഷെ ചെറുതായിട്ടൊരു കത്തലൊക്കെ ഉണ്ടായിക്കോട്ടെ, അപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. മുളക് ചെറുതായിട്ടൊന്ന് കരിയണം. അപ്പോൾ മുളകൊന്നും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അടുപ്പിലൊക്കെ തീ കത്തുണ്ടെങ്കിൽ കുറച്ച് കണലേക്ക് മുളകിട്ടിട്ട് വേഗം ഇങ്ങോട്ട് എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തീക്കണൽ ഇങ്ങോട്ട് പുറത്തേക്ക് വാരി ചിരട്ടിയിലോ ചേരിയിലോ ഒക്കെ ഇട്ടിട്ട് ഈ മുളക് ഇങ്ങനെ ഒന്ന് ചുട്ടെടുത്താലും മതിയാവും. പിന്നെ അതവിടെ മാറ്റി വെച്ചിട്ട് ലേശം തേങ്ങ, കുറച്ച് തേങ്ങ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാൻ ആ മുളകും തക്കാളിയൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് അത് ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് കുറച്ച് തേങ്ങ അങ്ങേ അടുപ്പത്തിട്ടിട്ട് ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഏതായാലും ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങ ഞാൻ കാണിക്കണം എന്തിനാ അറിയോ, ഇതിലെന്തൊക്കെ ചേർത്തെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഈ തേങ്ങയിൽ ലേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകവും, അതുപോലെ തന്നെ ഒരു 2 അല്ലി കറിവേപ്പിലയും, ഒരു 3-4 അല്ലി ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 1/2 മുറി തേങ്ങ ഉണ്ടാവും. അതാണ് ഈ ഒരു വറുത്തെടുക്കണത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വറുത്ത് നല്ല മുരിയണത് വരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നൊരു സൈഡിലേക്ക് മാറ്റിയേക്കാം. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു തക്കാളിൻ്റെ തൊലി ഒന്ന് കളയും വേണം, ഈ ഒരു മുളകിൻ്റെ ഞെട്ടി ഒന്ന് എടുക്കും വേണം. ഇതൊരു വെറൈറ്റി അപ്പാണ് കേട്ടോ. ഒരു വെറൈറ്റി അപ്പായതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ
ഇനിയിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദ വെച്ചിട്ട് ഇത് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്യുമ്പോഴാണ് ഇത് നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടത്. അതേ പറയാനുള്ളൂ. ചിലർക്ക് ഗോതമ്പ് പൊടി വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾക്കൊക്കെ മൈദ വെച്ചിട്ടും ചെയ്യാം. പിന്നെ രാവിലെയൊക്കെ കഴിക്കുമ്പോൾ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുക എന്നുള്ളതും ആ ഒരു മൈൻഡൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വൈകുന്നേരം കേട്ടായാൽ വലിയൊരു ബുദ്ധിമുട്ടാണല്ലേ, വലിയൊരു തലവേദന എന്ന് തന്നെ പറയാം. അതുവരെ ഉള്ള ജോലിയൊക്കെ ചെയ്തതിന് ശേഷം വൈകുന്നേരം അധിക വീടുകളിലും ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഒരു ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്താ പറയുക, വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കും ചപ്പാത്തി വേണം എന്നുള്ളൊരിതാണ്. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, ഒരു നേരം ചോറ് കഴിച്ചാൽ പിന്നെ ചപ്പാത്തിയും കറിയും കിട്ടാനാണ് ഇഷ്ടം. അപ്പം അങ്ങനത്തെ പരാതിയുള്ള വീട്ടിലൊക്കെ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടാ. ഏതായാലും മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു ഞെട്ടിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തതിന് ശേഷം 3 സ്പൂണ് തേങ്ങയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഇട്ടുകൊടുക്കുക. മുളകിൻ്റെ കൂടെയുള്ള ആ കുരു ഉണ്ടല്ലോ, ആ കുരു ഞാൻ മുഴുവൻ ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ടോ. ആ കുരുമലാണ് കാര്യം കിടക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പിന്നെ ഒഴിച്ചേണ്ടത് വെള്ളമാണ്. വെള്ളം ഒരു കുഞ്ഞിക്കയിൽ മാത്രം മതിയാവും. കാരണം ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തക്കാളിൻ്റെ നീരും തൊലിയൊക്കെ കൂടുമ്പോൾ തന്നെ ഈ തേങ്ങയും മുളകൊക്കെ അരിയാനുള്ള വെള്ളം അതിലുണ്ടാവും. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അത്രയേ ഉള്ളൂ. ഇനി ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ, ആ ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊക്കെ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വേഗം കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലുള്ളൊരു ബാറ്റർ നമുക്ക് കിട്ടും. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലൊരു കുഴവൊരു ബാറ്റർ ആയിരിക്കും. നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലും ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു അപ്പം കിട്ടൂല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ കയ്യെങ്കിൽ മിക്സിയുടെ ജാർ ഒഴിവാക്കിയിട്ട് ഇതുപോലെ പാത്രത്തിൽ ഒരു ഫോർക്കോ വിസ്കോ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 2-2.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഓരോ വട്ടം ഓരോ ഗ്ലാസ് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞത്. അപ്പോൾ ലേശം കൂടെ വെള്ളത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ അതും ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അതായത് നമ്മൾ പറയുന്ന അപ്പക്കാരം, ആ അപ്പക്കാരം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പക്കാരം കൂടെ നല്ലോണം മിക്സ് ആവട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ്, ചുരുങ്ങിയത് ഒരു 5 മിനിറ്റ്, നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചോളിട്ടാ. മൂടി വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലൊന്ന് മൂടി വെച്ചാൽ അത്രയും നന്ന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു പണി ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് നിങ്ങൾക്കൊരു 1/4 ഗ്ലാസ് ചോറ് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലേശം ഈസ്റ്റ് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു ചെറിയൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളെ കയ്യിലുള്ളത് അതെടുത്തോളി. കാരണം വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. അപ്പോൾ അധികം ആളുകളും ഒരുവിധം കാര്യത്തിൽ നിന്നൊക്കെ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എനിക്കിഷ്ടം വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും നിങ്ങൾക്ക് എടുക്കാം. 2-3 ടേബിൾ സ്പൂണ് 3-4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്ന സമയത്ത് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ലേശം വെള്ളം ഒഴിക്കണം. നമ്മൾ മിക്സിയുടെ ജാർ ഒന്ന് ചുവച്ച് ഒഴിക്കണം, വെള്ളം മാത്രമേ എടുക്കണുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു തക്കാളിയും മുളകും ഒക്കെ അരച്ചെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചേർക്കണോണ്ട് തന്നെ കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്തിന് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പ് ആദ്യമേ ഇട്ടെടുത്ത് കൊളാക്കണ്ട കേട്ടോ. ഉപ്പിട്ട് ഏറി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ അങ്ങോട്ട് കിട്ടൂല. പക്ഷെ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ. ഏതായാലും മക്കളെ, ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ഇതിൻ്റെ ആ ഒരു രുചിയും നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര എന്താണ് ആ തേങ്ങ വറുത്തരച്ചതും തക്കാളി ചുട്ടതും ആ ഒരു മുളക് ചുട്ടതും എല്ലാം കൂടി എൻ്റെ പൊന്നു ഒന്നും പറയാനില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഒരൊറ്റ വട്ടം ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിത് അപ്പം ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചുടാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത ചട്ടി നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന എല്ലാവരും വീട്ടിലുണ്ടാകുന്ന
ഇതാ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാനാണ് കേട്ടോ. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പത്തിരിക്കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ചെയ്യാം. പത്തിരിക്കല്ലൊക്കെ ആകുമ്പോൾ നമുക്ക് 3-4 ദോശയൊക്കെ ഒരേ സമയത്ത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ പത്തിരിക്കല്ല് എടുത്തിട്ടില്ല, വേണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം. പത്തിരിക്കല്ലാകുമ്പോൾ എന്താ അറിയോ, അത് കുറച്ച് സ്പേസ് വേണം അത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അത് ഇങ്ങനെ അടുപ്പത്തൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ തളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ സ്പേസ് കുറവും, പിന്നെ നമുക്കത് ചുട്ടെടുത്ത് വെക്കാനൊക്കെ ആ ഒരു അടുപ്പൊക്കെ നമുക്ക് ഒഴിഞ്ഞ് നിൽക്കണത് നല്ലതാണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ പാത്രം വെച്ചത്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ എന്താണ് പത്തിരിക്കല്ല് ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പോൾ പത്തിരിക്കല്ല് വെച്ച് കഴിഞ്ഞാൽ പത്തിരിക്കല്ലില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പാന് എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇത് ഞാൻ വെച്ചത്. ഏത് ചട്ടി വെച്ചാലും ഈ ഒരു അപ്പത്തിൻ്റെ ചേര് നിങ്ങൾ കാണുമ്പോഴാണേക്കാരം അത്ഭുതപ്പെടട്ടോ. നമ്മളെന്നും ചപ്പാത്തിയൊക്കെ ചുട്ട് മടുത്തവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഇത് കഴിക്കുമ്പോഴും ഈ ഒരു കറിയും കൂട്ടി കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി രുചിയാണ് മക്കളെ. കണ്ടില്ലേ, എന്താണെന്നറിയോ, സോഫ്റ്റാണ് കേട്ടോ. ഇനി ഇത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ കൂട്ടിയിട്ട് നല്ല പഴുത്ത ചട്ടിയിലേക്ക് ഒഴിക്കും വേണം. പോരാത്തതിന് നമ്മൾ ഇത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ബബിൾസൊക്കെ വന്ന് അതിന് ഓൾസൊക്കെ വന്നതിന് ശേഷം ഓൾസൊക്കെ വന്നതിന് ശേഷം മാത്രം മൂടി വെക്കാൻ പാടുള്ളൂ കേട്ടോ. അതിന് മുമ്പ് മൂടി വെച്ചാൽ കുഴപ്പമുണ്ടെന്നല്ല, എന്നാലും നമുക്ക് നല്ല അധികം കുഴയാത്ത അത്യാവശ്യം നല്ലൊരു ക്രിസ്പിയും സോഫ്റ്റ് എല്ലാം കൂടെ ചേർന്ന് അപ്പം നമുക്ക് കിട്ടണമെങ്കിൽ പെട്ടെന്ന് ഫസ്റ്റിലേ മൂടി വെക്കാതിരിക്കട്ടോ. ഇതുപോലെ മാവ് ഞാനൊരു തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം വേണോ അപ്പോൾ അതിനനുസരിച്ച് കൂട്ടുക, എത്രത്തോളം ചെറുപ്പം വേണോ അതിനനുസരിച്ചിട്ട് കുറക്കുകയും ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ ഒന്നും കൂടി തിക്ക് ബാറ്ററാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല കട്ടിയായിട്ടുള്ള കുറച്ച് ഉണ്ടപ്പക്കുറമായിട്ടുള്ള അപ്പങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നല്ലൊരു കട്ടി കുറഞ്ഞ അപ്പമാണ് ഞാൻ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയിലേക്ക് 2.25 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ തിക്ക് ബാറ്റർ കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, കൈ കൊണ്ട് എടുക്കാനൊന്നും കഴിയുന്നില്ല, നല്ല ചൂടാണ്, എന്നാലും മാഷാ അല്ലാഹ് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ കുത്തൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന സമയത്തൊക്കെ ഈ ഒരു വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യേ. പിന്നെ ഒരു കാര്യം പറയാനുള്ള, നിങ്ങൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ എന്തായാലും ഇനിയിപ്പോൾ ഏത് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരുപാട് പേര് ചപ്പാത്തി മാത്രം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ട് പല പരിപാടികളും ചെയ്തിട്ട് ഈ ഒരു അപ്പം തയ്യാറാക്കാത്ത ആളുകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ നിങ്ങളിതൊന്ന് അയച്ചു കൊടുത്താൽ. അപ്പോൾ ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 2.5 ഗ്ലാസ് പൊടി കൊണ്ട് അത്യാവശ്യം അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ലതാണ്. അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ. അടിഭാഗം ഒരെണ്ണം പോലും കരിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ പേരിൽ ഇത് കരിയാൻ സാധ്യത കുറവാണ്. പിന്നെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ നിങ്ങളിത് ചുട്ടെടുക്കണം കേട്ടോ. ഇനി പത്തിരിക്കല്ലാണെങ്കിലും ഈ ഒരു പാനാണെങ്കിലും ഒക്കെ അലുമിനിയിലോ അല്ലെങ്കിൽ സ്റ്റീലിലോ ഇരുമ്പിലോ ഒന്നും ചുട്ടത് കിട്ടൂലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ചുട്ട് നോക്കിയിട്ടില്ല. ചുട്ട് നോക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ, കിട്ടാതിരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ഒരു അപ്പം ചുടാത്ത ആളുകളാണെങ്കിലും ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ചുട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ആളുകളാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് ചുട്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവും. ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്, നമ്മൾ ഉണ്ടാക്കട്ടെ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതിനു മുമ്പ് ചുട്ട് കഴിച്ച ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലാത്തവരാണെങ്കിൽ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരുപാട് ഇഷ്ടമാവും. അടിപൊളി ഈ ഒരു കറിയെന്ന് പറയേണ്ട ചട്നിയോ ചമ്മന്തിയോ എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.